എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 മൈതാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേരിട്ട കനത്തതും നാണം കെട്ടതുമായ പരാജയത്തോടെ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ യാത്ര പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. ഹൃദയം തകർക്കുന്ന ഈ തോൽവിക്ക് ശേഷം ലക്നൌ നായകൻ ഋഷഭ് പന്ത് ഗ്രൗണ്ടിന്റെ നടുവിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ആ ഋഷഭ് പന്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചകം പിളർക്കുന്നതായിരുന്നു. IPL 2026 പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ്സ് 10 കളികളിൽ നിന്ന് വെറും 3 ജയവുമായി ഏറ്റവും താഴെ, അതായത് 10ാം സ്ഥാനത്തേക്ക് വീണുകഴിഞ്ഞു. ഇതോടെ ടൂർണമെന്റിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താകുന്ന ആദ്യ ടീമായി ലക്നൌ മാറി. മത്സരം അവസാനിച്ചതിനു ശേഷം പന്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടും തോൽവിയുടെ ആഴത്തിലുള്ള സങ്കടം ആ കണ്ണുകളിൽ വ്യക്തമായി കാണാമായിരുന്നു. തന്റെ ടീമിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയതും ഭയാനകവുമായ കാരണം കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയ പന്ത് ചെന്നൈയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ ഉർവിൽ പട്ടേൽ, സഞ്ജു സാംസൺ, ശിവം ദുബെ, സാക്ഷാൽ തല മഹേന്ദ്ര സിംഗ് ധോണി എന്നിവരെക്കുറിച്ച് ഇന്റർനെറ്റിൽ ആകെ തീ പടർത്തുന്ന ഒരു സെൻസേഷണൽ പ്രസ്താവനയും നടത്തി. മത്സരം ശേഷം പ്രസ് കോൺഫറൻസിലും ബ്രോഡ്കാസ്റ്റർമാരോടും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഴത്തിലുള്ള ഒരു മുറിവ് പോലെയാണ് മുഴങ്ങിയത്. അടഞ്ഞ തൊണ്ടയോടെയും നനഞ്ഞ കണ്ണുകളോടെയും അദ്ദേഹം പറഞ്ഞു, ഈ തോൽവിക്കു ശേഷം ഞാൻ അനുഭവിക്കുന്ന മാനസിക വേദനയും സങ്കടവും വാക്കുകളിൽ പ്രകടിപ്പിക്കുക എന്നത് തികച്ചും അസാധ്യമാണ്. ബോർഡിൽ ഞങ്ങൾ 203 റൺസിന്റെ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയിരുന്നു. ചെപ്പോക്ക് പോലൊരു ഗ്രൗണ്ടിൽ വിജയത്തിന് ഇത് പര്യാപ്തമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ ലക്ഷ്യം പ്രതിരോധിക്കാൻ ഞങ്ങളുടെ തന്ത്രങ്ങളിലും പരിചയസമ്പന്നരായ ബൌളർമാരിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഉർവിൽ പട്ടേൽ എന്ന ആ ഭയാനകമായ കൊടുങ്കാറ്റ് ഞങ്ങളുടെ ബൌളർമാരെ നിർദ്ദയം വേട്ടയാടിയപ്പോൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഞങ്ങളുടെ എല്ലാ ഗെയിം പ്ലാനുകളും ആത്മവിശ്വാസവും തവിടുപൊടിയായി. കണ്ണുകളിൽ നിന്ന് തുടർച്ചയായി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പന്ത് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ ഈ നാണംകെട്ട തോൽവിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഞങ്ങളുടെ ബൌളർമാരുടെ ദിശാബോധമില്ലാത്തതും അച്ചടക്കമില്ലാത്തതുമായ പ്രകടനമാണ്. ഉർവിൽ പട്ടേൽ പോലുള്ള യുവവും ആക്രമണോത്സുകനുമായ ഒരു കളിക്കാരന് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഷോട്ട് പായിക്കാനും ഞങ്ങളെ ബാക്ക് ഫൂട്ടിലേക്ക് തള്ളാനും ഇത് സുവർണ അവസരം നൽകി. ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് പന്ത് പറഞ്ഞു, ഉർവിൽ വെറും 13 പന്തിൽ IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ തന്നെ വിധിയും സമയവും തനിക്കൊപ്പമില്ലെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചിരുന്നു. കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഷമിയെയും ആവേശ് ഖാനെയും പോലുള്ള ലോകോത്തര ബൌളർമാർ ഒരു അൺക്യാപ്ഡ് താരത്തിനു മുന്നിൽ ഇത്ര നിസ്സഹായരായി റൺസ് വിട്ടുകൊടുക്കുന്നത് ടീമിനെ സംബന്ധിച്ചിടത്തോളം 440 വോൾട്ടിന്റെ ഒരു വലിയ വൈദ്യുതാഘാതം പോലെയായിരുന്നു. ഈ സീസണിലുടനീളം ഒരു സംഘടിത യൂണിറ്റായി മൈതാനത്ത് മികച്ച പ്രകടനം നടത്താൻ ലക്നൌ ടീം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന കൈപ്പേറിയ സത്യം പന്ത് വികാരാധീനനായി അംഗീകരിച്ചു. തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പന്ത് മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടി നടത്തിയപ്പോൾ പ്രസ് കോൺഫറൻസ് റൂമിൽ ശ്മശാനമൂക പരന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇപ്പോഴത്തെ ആ അശ്വമേധത്തിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പന്തിന്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആദരവും നിസ്സഹായതയും ഒരുപോലെ നിറഞ്ഞുനിന്നു. വിറയാർന്ന ശബ്ദത്തോടെ പന്ത് പറഞ്ഞു, ലോകം മുഴുവൻ ധോണിയുടെ തന്ത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ കൈപ്പേറിയ മറ്റൊരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ചെന്നൈയുടെ ഇപ്പോഴത്തെ ഈ അജേയ കൂട്ടത്തിന്റെ പിന്നിൽ മറ്റൊരു വലിയ മാസ്റ്റർ ബ്രെയിൻ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, സഞ്ജു സാംസണാണ്. സഞ്ജുഭായിയുടെ അതിബുദ്ധി നിറഞ്ഞ തന്ത്രങ്ങളും കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളുമാണ് സമീപകാലത്ത് ചെന്നൈ നേടുന്ന ഈ ആധികാരിക വിജയങ്ങൾക്കെല്ലാം പിന്നിലെ പ്രധാന കാരണം. ഒരു നിമിഷം നിർത്തുകയും ദീർഘമായി ശ്വാസമെടുക്കുകയും ചെയ്തുകൊണ്ട് പന്ത് വീണ്ടും തുടർന്നു, സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ പരാജയത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണവും അതുതന്നെയാണ്. ഉർവിലിന്റെ ദുബൈയുടെയും ബാറ്റിംഗ് വെടിക്കെട്ടിന് മുൻപ് തന്നെ ഞങ്ങൾ വീണത് സഞ്ജുഭായിയുടെ തലച്ചോറിൽ വിരിഞ്ഞ ആ മാസ്റ്റർ ക്ലാസ് കെണിയിലാണ്. ഗ്രൗണ്ടിലെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി കണ്ട് അദ്ദേഹം ഒരുക്കുന്ന പത്മവ്യൂഹം ഭേദിക്കാൻ ഇന്ന് ലോകത്ത് ഒരു ടീമിനും കഴിയില്ല. ധോണിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം സഞ്ജുവിന്റെ ഈ മാസ്റ്റർ ബ്രെയിൻ കൂടി ചേരുമ്പോൾ ചെന്നൈ എന്നത് തോൽപ്പിക്കാൻ അസാധ്യമായൊരു മഹാശക്തിയായി മാറുകയാണ്. സഞ്ജു എന്ന ഇതിഹാസ താരത്തിന്റെ അസാമാന്യമായ ഗെയിം റീഡിങ്ങിനെയും നായക ഗുണങ്ങളെയും വാനോളം പുകഴ്ത്തിയ പന്ത് ആ തന്ത്രങ്ങളെ മറികടക്കാൻ കഴിയാത്തതിന്റെ കടുത്ത നിരാശയിലാണ് ഞാൻ ഇത്രത്തോളം തകർന്നുപോയതെന്ന് തുറന്നു സമ്മതിച്ചു. അസഹനീയമായ വേദനയ്ക്കും മാനസിക സമ്മർദ്ദത്തിനുമിടയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഹാഗുരുവും ക്രിക്കറ്റ് ലോകത്തിലെ ഏറ്റവും മിടുക്കനായ തന്ത്രജ്ഞനുമായ MS ധോണിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ യുവ ശിഷ്യന്മാരെക്കുറിച്ചും പന്ത് നടത്തിയ ഹൃദയസ്പർശിയായ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പന്തിന്റെ മുഖത്തെ ആഴത്തിലുള്ള സങ്കടവും ഗ്രൗണ്ടിൽ വീണ കണ്ണുനീരും വ്യക്തമാക്കുന്നത് ലക്നൌ സൂപ്പർ ജയന്റ്സിന് IPL 2026 ഒരു ഭയാനകമായ പേടി സ്വപ്നമായിരുന്നു.
വെറും 10 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റും -0.944 എന്ന ദയനീയമായ നെറ്റ് റൺ റേറ്റും പേറി ലക്നൌവിന്റെ പടിയിറക്കം പൂർണ്ണമായിരിക്കുന്നു. അടുത്ത സീസണിൽ പുതിയ ഊർജ്ജത്തോടെ തിരിച്ചുവരുമെന്ന് ലക്നൌവിന്റെ വിശ്വസ്തരായ ആരാധകരോട് കൈകൂപ്പി ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പന്ത് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്തായാലും പന്തിന്റെ ഈ വികാരഭരിതമായ ഇന്റർവ്യൂ ഇന്റർനെറ്റിൽ വലിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ലക്നൌ ടീമിൽ വലിയ അഴിച്ചുപണികൾ ആവശ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, പന്തിന്റെ ഈ പ്രതികരണത്തെക്കുറിച്ചും ബൌളർമാരെ പരസ്യമായി വിമർശിച്ചതിനെക്കുറിച്ചും നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം എന്താണ്? ഉറുവിൽ പട്ടേലിന്റെയും ശിവം ദുബെയുടെയും പ്രകടനമാണോ ലക്നൌവിനെ തകർത്തത്? അതോ തല സഞ്ജുവിന്റെ തന്ത്രങ്ങളാണോ ഈ ചരിത്ര വിജയത്തിനു പിന്നിൽ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ സപ്പോർട്ട് പന്ത് അല്ലെങ്കിൽ സഞ്ജു മാജിക് എന്നെഴുതി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.